ഫസ്റ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് പോയട്രീനെ എത്രയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെയാണ്, ഇതാണ് ഫസ്റ്റ് പഠിക്കാനുള്ളത്. ഓക്കെ, മൂന്നായിട്ടാണ് പോയട്രീനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് നെറേറ്റീവ് പോയട്രി, രണ്ടാമത്തത് ഡ്രാമാറ്റിക് പോയട്രി, മൂന്നാമത്തത് ലിറിക് പോയട്രി. നെറേറ്റീവ്, ഡ്രാമാറ്റിക്, ലിറിക് പോയട്രി, ഇങ്ങനെ മൂന്നായിട്ടാണ് പോയട്രീനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതൊരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള രീതിക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. അത്യാവശ്യം 5 മാർക്കിന് എഴുതാൻ പറ്റിയിട്ടുള്ള രീതിയിലാണ് ഇത് നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ കൊടുത്തിട്ടുള്ളത്. നോക്കാം. ഇനി നെറേറ്റീവ് പോയട്രി ഓരോന്നും എന്താണ് എന്നുള്ളത് പഠിക്കുകയാണ്. നെറേറ്റീവ് പോയട്രിയിൽ മെയിനായിട്ടും നമ്മളൊരു കഥ വായിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് നെറേറ്റർ എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ കഥ പറയുന്ന ആൾ, അതാണ് നെറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അത് കഥ വായിക്കുന്ന സമയത്ത് അത് ഒരാൾ എഴുതിയതാണെങ്കിൽ, ഒരാളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കഥ വെച്ചിട്ടോ അത് ഒരാൾ എഴുതിയിട്ട് അതാൾ പറയുകയാണെങ്കിൽ അതെന്താണ്? നെറേറ്റീവാണ്. അങ്ങനെയാണ് നെറേറ്റീവ് പോയട്രി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഇറ്റ് യൂസസ് ബോത്ത് ദി വോയിസ് ഓഫ് എ നെറേറ്റർ ആൻഡ് ഓൾസോ ഓഫ് ക്യാരക്ടേഴ്സ്. അതായത് നെറേറ്റർ പറയുന്നതായിട്ടും പിന്നെ അതേപോലെ തന്നെ ക്യാരക്ടേഴ്സ്, അതിലിങ്ങനെ ഓരോ ക്യാരക്ടേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ ഒരാളുടെ കഥയിൽ അയാൾ മാത്രമല്ലല്ലോ ഉണ്ടാവും, പുറത്തുനിന്നുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ ആ ക്യാരക്ടേഴ്സ് പറയുന്ന ഡയലോഗ്സും എല്ലാം എന്ത് ചെയ്യാണ്? അയാൾ തന്നെ പറയാണ്. ഹീ സെഡ് എന്ന് പറഞ്ഞിട്ട് അയാൾ പറഞ്ഞിട്ടുള്ള കാര്യം ഇങ്ങനെ പറയും. അപ്പോൾ അതൊക്കെ ഇതിൽ പെടുന്നതാണ്, നെറേറ്റീവ് പോയട്രിയിൽ പെടുന്നതാണ്. There are 2 major types of narrative poetry. നെറേറ്റീവ് പോയട്രിയിൽ തന്നെ, അതായത് ഒന്ന് നെറേറ്റീവ് പോയട്രി, ഒന്ന് ഡ്രാമാറ്റിക് പോയട്രി, മൂന്നാമത്തത് ലിറിക് പോയട്രി. ഈ നെറേറ്റീവ് പോയട്രിയിൽ തന്നെ അതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ 2 മേജർ ടൈപ്സ് ഉണ്ട് നെറേറ്റീവ് പോയട്രി. ഏതൊക്കെയാണ്? ഒന്ന് എപ്പിക്സും ഒന്ന് ബല്ലാഡ്സും. എപ്പിക്സിൽ മെയിനായിട്ടും ലോങ് ആയിട്ടുള്ള നെറേറ്റീവ് പോയംസ് ആയിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങൾ ഹോമേഴ്സ് ഇലിയാഡ് എന്നൊക്കെ അടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ 24 ഇലിയാഡ്, ഒഡീസിയൊക്കെ ആണെങ്കിൽ 24 ബുക്കോളം എന്തോ ഉണ്ട്. അത് ഒരു പോയം എന്ന് പറയണത്, ഒരു പോയം, അതും കഥയല്ല, ഒരു പോയം എന്തുണ്ട്, 24 ബുക്സോളം ഒരു പോയം വരുന്നുണ്ട്. അപ്പോൾ അത്രയും ലോങ് ആയിട്ടുള്ള നെറേറ്റീവ് പോയംസ് ഒക്കെ ഇതിൽ വരുന്നതാണ്, എപ്പിക്സിൽ വരുന്നതാണ്. അതേപോലെ മഹാഭാരത, രാമായണ, അതൊക്കെയാണ് ഓൾഡസ്റ്റ് എപ്പിക്സ് ഓഫ് ദി വേൾഡിലെ തന്നെ ഓൾഡസ്റ്റ് എപ്പിക്സ് ആയിട്ട് അറിയപ്പെടുന്നത് മഹാഭാരത ആൻഡ് രാമായണയാണ്. ചിലപ്പോൾ 2 മാർക്സിന് ഈ ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട്. വേൾഡിലെ തന്നെ ഓൾഡസ്റ്റ് എപ്പിക്സ് ഏതാണ് എന്ന ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട്. നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. It should be noted that Mahabharata is narrated by Vaishambhayana ടു ജനമേജയായ, അതായത് വൈശംപായന ജനമേജയയ്ക്കാണ് നെറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് മഹാഭാരത എന്നുള്ള രീതിയിലാണ് വരുന്നത്. ദെൻ ദി കുരുക്ഷേത്ര വാർ ഇസ് നെറേറ്റഡ് ബൈ സഞ്ജയ. കുരുക്ഷേത്ര വാർ നെറേറ്റ് ചെയ്തിട്ടുള്ളത് ആരാണ്? സഞ്ജയ. അതേപോലെ തന്നെ മഹാഭാരതം ആർക്കാണ് നെറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്? പിന്നെ ഏതൊക്കെയാണ് ഓൾഡസ്റ്റ് എപ്പിക്സ്, ലോകത്ത് തന്നെ ഏതൊക്കെയാണ് ഓൾഡസ്റ്റ് എപ്പിക്സ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. സിമ്പിൾ അല്ലേ? മഹാഭാരത, രാമായണമാണ് ഓൾഡസ്റ്റ് എപ്പിക്സ് ആയിട്ടുള്ളത്. വെറുതെ 2 മാർക്ക് കളയണ്ടല്ലോ, അപ്പോൾ അത് ഓർത്ത് വയ്ക്കാം. ഇനി ബല്ലാഡ്സ് എന്താണെന്നുള്ളത് നോക്കാം. എ ബല്ലാഡ് ഇസ് എ ടൈപ്പ് ഓഫ് നെറേറ്റീവ് പോയം ദാറ്റ് ടെൽസ് ദ സ്റ്റോറി ആൻഡ് ഇസ് ട്രഡീഷണലി സെറ്റ് ടു മ്യൂസിക്. അതായത് മ്യൂസിക്കിനൊക്കെ വേണ്ടിയിട്ട് ഓരോ മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള, ഇപ്പോൾ മ്യൂസിക്കിൽ നമ്മൾ ഒരു പോയമൊക്കെ ഇങ്ങനെ ഒരു സ്റ്റോറി പോലെ നമ്മൾ എന്ത് ചെയ്യും, പറയും. അതായത് ഒരു സ്റ്റോറി ഒരു പോയം ആക്കിയിട്ട് ആ പോയം മ്യൂസിക്കലി നമ്മൾ എന്ത് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുന്നതിനെയാണ് ബല്ലാഡ് എന്ന് പറയുന്നത് മെയിനായിട്ടും. എ പോപ്പുലർ നെറേറ്റീവ് ബല്ലാഡ് വാസ് യൂഷ്വലി പാസ് ഡൗൺ ഓറലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓറൽ ടെസ്റ്റ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതായത് വായ കൊണ്ട് പറയുന്ന രൂപത്തിൽ. മ്യൂസിക്കലാണെങ്കിലും നമ്മൾ പാടുകയല്ലേ, അപ്പോൾ നമ്മൾ വായ കൊണ്ട്, എഴുത്ത് എന്നുള്ളതിനേക്കാളും, എഴുതിയത് ബുക്കിൽ എഴുതിയ എന്നുള്ളതിനേക്കാളും പറയുന്നതായിട്ട്, അതായത് ഓറലി നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നതായിട്ടാണ് മെയിനായിട്ടും ബല്ലാഡ് കാണപ്പെടാറുള്ളത്. ട്രഡീഷണൽ ബല്ലാഡ്സ് ആർ ടിപ്പിക്കലി ഓഫ് അൺനോൺ ഓതർഷിപ്പ്. ഓതർ ആരാണ്? അത് എഴുതിയിട്ടുള്ള എഴുത്തുകാരൻ. ഇപ്പോൾ ഏതൊരു പോയമാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു കഥയാണെങ്കിലും അതിൻ്റെ ഓതറിൻ്റെ പേരുണ്ടാവും അല്ലേ? പക്ഷേ ഇതിൽ ബല്ലാഡിൽ പലപ്പോഴും എന്താണ്, ട്രഡീഷണൽ ആയിട്ടുള്ള പല ബല്ലാഡ്സും, അതായത് പാരമ്പര്യമായിട്ടുള്ള പല ബല്ലാഡ്സും എന്താണ്, അൺനോൺ ഓതർഷിപ്പാണ്. ആരാണ് എഴുതിയത് എന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് വ്യക്തമായിട്ട് അതിൽ കാണപ്പെടുന്നില്ല എന്നാണ് പറയണത്. ഇനി എക്സാമ്പിൾ ഓഫ് ബല്ലാഡ്, അപ്പോൾ ബല്ലാഡിൻ്റെ എക്സാമ്പിൾ, അതേപോലെ തന്നെ പിന്നെ നെറേറ്റീവ് പോയട്രീൻ്റെ കീഴിൽ ഏതൊക്കെ വരുന്നുണ്ട്? എപ്പിക്സ് വരുന്നുണ്ട്, ബല്ലാഡ്സ് വരുന്നുണ്ട്. അതിൽ എപ്പിക്സിൻ്റെ എക്സാമ്പിൾസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ബല്ലാഡിൻ്റെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. എപ്പിക്സിൻ്റെ ആണ്
മെയിനായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഒരു 2 മാർക്സിനൊക്കെ സെപ്പറേറ്റ് ആയിട്ട്, അല്ലെങ്കിൽ 5 മാർക്സിന് മൊത്തത്തിലുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാനും ഇത് ചാൻസ് ഉണ്ട്. നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. നെക്സ്റ്റ് വൺ ഡ്രാമാറ്റിക് പോയട്രി. ഡ്രാമാറ്റിക് പോയട്രിയിൽ 3 ടൈപ്സ് ആണ് വരുന്നത്. അതായത് ഒന്ന് റിട്ടൺ ഇൻ വേഴ്സ്, ഡ്രാമ റിട്ടൺ ഇൻ വേഴ്സ്. അതായത് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും ഓരോ നാടകങ്ങളൊക്കെ, വാക്യം എന്നാണ് വേഴ്സ് എന്നുള്ളതിൻ്റെ അർത്ഥം. അതായത് വാക്യത്തിൽ കൊടുത്തിട്ടുള്ള കുറേ നാടകങ്ങൾ എഴുതിയിട്ട് നമ്മുടെ ഡ്രാമ നമ്മൾ പഠിക്കാനുള്ളതൊക്കെ ഏകദേശം അത് തന്നെയാണ്, എഴുതി കൊടുത്തിട്ടുള്ള വാക്യങ്ങളിലായിട്ട് കൊടുത്തിട്ടുള്ള നാടകങ്ങൾ. അതേപോലെ തന്നെ സെക്കൻഡ് ഈസ് ഡ്രാമാറ്റിക് മോണോലോഗ്. മോണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ സിംഗിൾ, സെയിം എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ മോണോലോഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളുടെ ഒരു സിംഗിൾ പേഴ്സൻ്റെ തോട്ട്സും ഇമോഷൻസും എല്ലാം നമ്മളായിട്ട് റിവീൽ ചെയ്യുക ഒരു ലോങ് സ്പീച്ചിലൂടെ. അതാണ് ഡ്രാമാറ്റിക് മോണോലോഗ് എന്ന് പറയുന്നത്. ആൻഡ് ദി തേർഡ് ഈസ് സൊലോലോക്കി. സൊലോലോക്കി എന്ന് പറയുന്നത് നമ്മളോട് തന്നെ സംസാരിക്കുന്നതാണ്. അതായത് ഒരു പേഴ്സൺ അയാളോട് തന്നെ സംസാരിക്കുന്ന രീതി. ചിലപ്പോൾ നമ്മൾ വായ കൊണ്ട് പറയുന്നുണ്ടാവില്ല, പക്ഷേ നമ്മൾ മൈൻഡിൽ നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൈൻഡിൽ നമ്മളിങ്ങനെ സംസാരിക്കില്ലേ നമ്മുടെ തോട്ട്സുമായിട്ട്. അതന്നെയാണ് എന്തെന്ന് പറയുന്നത് സൊലോലോക്കി എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ 3 എണ്ണമാണ് പഠിക്കാനുള്ളത്. ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് നോക്കി വെച്ചാൽ മതി 3 എണ്ണം ഏതാണ്, അതിലെന്താണ് പറയണത് എന്നുള്ളത് ചെറുതായിട്ടൊന്ന് നോക്കി വെച്ചാൽ മതി. ഇത്രയ്ക്കും ഇവിടെ കൊടുത്തിട്ടുള്ള അത്രയ്ക്കും ആഴത്തിൽ നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇനിയിപ്പോൾ എങ്ങാനും ഇത് മാത്രമായിട്ട് എടുത്ത് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഇത് എഴുതാണ്ട് പറ്റില്ലല്ലോ. പക്ഷേ 5 മാർക്സിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങളിത് ഏതാണ് ഡ്രാമാറ്റിക് പോയട്രിയിൽ 3 എണ്ണം വരുന്നത് ഏതാണ്, അതിൻ്റെ പേരെഴുതുക, പിന്നെ അതിനൊരു എക്സാമ്പിളും കൊടുക്കുക. അത്രമാത്രം മതി. ഇവിടെ നോക്കിയേ, ഡ്രാമാറ്റിക് മോണോലോഗ് റോബർട്ട് ബ്രൗണിംഗ്. പോയം മൈ ലാസ്റ്റ് ഡച്ചസ് ഇസ് എ ഡ്രാമാറ്റിക് മോണോലോഗ്. അപ്പോൾ ഡ്രാമാറ്റിക് മോണോലോഗിന് ഒരു എക്സാമ്പിളായി ഏതാണ്, മൈ ലാസ്റ്റ് ഡച്ചസ്. അത്ര മതി. പിന്നെ അതിൽ പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്യൂക്ക്, അതായത് ഈ ഒരു റോബർട്ട് ബ്രൗണിങ്ങിൻ്റെ ഡ്രാമാറ്റിക് മോണോലോഗിൽ മെയിനായിട്ടും വരുന്നത് ഒരു ഡ്യൂക്കും വരുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ലിസണറും, ഒരു ഡ്യൂക്കും ഒരു ലിസണറും തമ്മിലുള്ള ഒരു ഇൻ്ററാക്ഷൻ. ഡ്യൂക്കാണ് അതിൽ നെറേറ്റർ എന്നുള്ള രീതിക്ക്. വേറെ ഒന്നും അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കേണ്ട. ജസ്റ്റ് അത് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ഒരു പോയിൻറ്റും ഇടണ്ടെന്നുള്ള നിലയ്ക്ക് കൊടുത്തു വെച്ചു എന്നേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്തത് സൊലോലോക്കി. സൊലോലോക്കി നമ്മൾ പറഞ്ഞതാണ്, അതായത് ക്യാരക്ടർ സ്പീക്സ് ഹിസ് തോട്ട്സ് ടു ഹിംസെൽഫ്. അതായത് അതിലുള്ള ക്യാരക്ടർ അവരോട് തന്നെ, അതായത് സ്വന്തമായിട്ട് എന്ത് ചെയ്യുക, സംസാരിച്ചിട്ട് മൈൻഡിൽ എന്ത് ചെയ്യുക, തോട്ട്സ് എല്ലാം സംസാരിക്കുക എന്നുള്ള രീതിക്കാണ് എന്ത് വരുന്നത്, സൊലോലോക്കി വരുന്നത്. സൊലോലോക്കിക്ക് ഒരു എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷേക്സ്പിയറിൻ്റെ ഹാംലെറ്റ് നമുക്ക് അതിനൊരു എക്സാമ്പിളായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഓരോന്നിൻ്റെയും പേരെന്താണ്, അതിലെന്താണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്, അതിൻ്റെ എക്സാമ്പിൾ ഏതാണ്, ഇത്ര മാത്രം മതി കേട്ടോ. ഇനി അടുത്തത് ലിറിക് പോയട്രി. ഫസ്റ്റ് നമ്മൾ 3 എണ്ണം പറഞ്ഞില്ലേ, ആ 3 എണ്ണത്തത് 2 എണ്ണം നമ്മൾ കഴിഞ്ഞു. ഇനി ബാക്കി 3ാമത്തതാണ് ലിറിക് പോയട്രി. ലിറിക് പോയട്രി എന്ന് പറയുന്നത് ഷോർട്ട് പോയംസ് ആണ്. അതായത് മറ്റേതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല 24 ബുക്കൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ഒരു പോയം. അപ്പോൾ മറ്റേതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ഷോർട്ടായിട്ടുള്ളൊരു പോയമാണ് ലിറിക് പോയട്രിയിൽ വരുന്നത്. ആൻഡ് ഈ ഒരു ലിറിക് പോയട്രി എന്നുള്ള വേർഡ് വരാൻ കാരണം ദി വേർഡ് ലിറിക് കംസ് ഫ്രം ദാറ്റ് ഗ്രീക്ക് വേർഡ് ലയർ. ലയർ എന്നുള്ള ആ ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ലിറിക് എന്നുള്ള ആ ഒരു വാക്ക് വന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്. മീൻസ് എ സ്ട്രിങ്ഡ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്. സ്ട്രിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂലാണ്. അതായത് നമ്മൾ ഈ നൂല് വെച്ചിട്ടുള്ള ഇങ്ങനെ കട്ടിയുള്ള നൂല് വെച്ചിട്ട് അതിങ്ങനെ തൊടുമ്പോൾ ടിങ് 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 എന്ന സൗണ്ട് കേൾക്കുന്ന രീതിയിലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടാവുമല്ലോ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് എന്ന് റിലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ മീനിങ് അർത്ഥമാക്കുന്ന രീതിയിൽ വന്നിട്ടുള്ള ഒരു വാക്കാണ് ലെയർ എന്നുള്ളത്. അതൊരു ഗ്രീക്ക് വേർഡാണ്. അതിൽ നിന്നാണ് ഈ ഒരു ലിറിക് പോയമല്ല ലിറിക് എന്നുള്ള ആ ഒരു വാക്ക് വന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ മെയിനായിട്ടും ലിറിക് പോയംസ് എത്ര ടൈപ്സ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. നമ്മൾ ഫസ്റ്റ് നെറേറ്റീവിൽ 2 ടൈപ്പ് പഠിച്ചു, ഡ്രാമാറ്റിക്കിൽ 3 ടൈപ്പ് പഠിച്ചു. പിന്നെ ഇതേപോലെ ലിറിക് പോയട്രിയിൽ വീണ്ടും എന്താണ് 3 ടൈപ്പാണുള്ളത്. ഫസ്റ്റ് വൺ ഓഡ്, സെക്കൻഡ് വൺ എലഗി, തേർഡ് വൺ സോണറ്റ്. ഇങ്ങനെ 3ആയിട്ടാണ് ഈ ഒരു ലിറിക് പോയട്രീനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ നോക്കാം, ഓഡ്. ഓഡ് ഈസ് ആൻ അഡ്രസ്. അതായത് ഫോർമലായിട്ടുള്ള രീതിയിൽ നമ്മൾ ഇൻഫോർമലൊക്കെ നമ്മൾ പഠിച്ച് കുറേ വട്ടം നമ്മൾ റിവൈസ് ചെയ്താണല്ലോ ഇംഗ്ലീഷ് ഒരു കമ്മ്യൂണിക്കേഷനിൽ. പോട്ടെ, ഫോർമലായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുക, ഒരാളേനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഐഡിയനെ ഏതെങ്കിലും ഒരു സാധനത്തിനെ പറ്റിയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ, അതിനെപ്പറ്റി മാത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ, അതിനെപ്പറ്റി സെലിബ്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തും, ഓഡ് എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുത്തും. എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, പഠിക്കണം
വെക്കണം. എക്സാമ്പിൾസ് മെയിനായിട്ടും ജോൺ കീറ്റ്സ് എഴുതിയിട്ടുള്ള നൈറ്റിംഗേൾ, ഓഡ് ടു എ നൈറ്റിംഗേൾ എന്നുള്ളത് ഒരെണ്ണമെങ്കിലും പഠിച്ചു വയ്ക്കുക. 2 ഓർത്ത് വയ്ക്കുക. എക്സാമിൻ്റെ സമയത്ത് പിന്നെ നമുക്കറിയാലോ ഏതെങ്കിലുമൊക്കെ ഒന്ന് മറന്നു പോയാലും അടുത്തത് ഉണ്ട് എന്നുള്ളൊരു രക്ഷ വേണം. അപ്പോൾ ഒരു മാക്സിമം നിങ്ങൾക്ക് നോക്കാൻ പറ്റണം അത്രയും നോക്കുക. എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് ആ സമയത്ത് ഓർമ്മ വരുന്നത് ഏതാണോ അത് ഒന്നെങ്കിലും എഴുതി വെക്കാനായിട്ട് നോക്കുക കേട്ടോ, എക്സാമ്പിൾസൊക്കെ. ഇനി എലഗി എന്താണ്? എലഗി ഈസ് എ പോയം ഓഫ് മോർണിംഗ്. മോർണിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഈ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ പണ്ടത്തെ ഒരു ട്രഡീഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അതായത് ആൾക്കാർ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിൻ്റെ ആ ഒരു ഫ്യൂണറൽ, മരണാനന്തര ചടങ്ങിൽ ഒരു വിലാപഗാനം എന്നുള്ള രീതിക്ക് അവർ മരിച്ചിട്ടുണ്ടെങ്കിൽ പാടുന്ന, അതായത് അലറിക്കരഞ്ഞ് പാടുന്ന ഒരു രീതിക്കാണ് മോർണിംഗ് എന്നുള്ള ആ ഒരു സംഭവം വരുന്നത്. അത് ശരിക്കും എലഗി എന്ന് പറയുന്നത് ഒരു മോർണിംഗ് രൂപത്തിലാണ്. കാരണം പാസിങ് എവേ ഓഫ് സമ്മൺ, ആരെങ്കിലുമൊക്കെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ പാടുന്ന രീതിക്കുള്ളതാണ് മോർണിംഗ് എന്ന് പറയുന്നത്. എ പോയം ദാറ്റ് ഹാസ് എ പെൻസീവ് ആൻഡ് മെലാങ്കോളിക് മൂഡ് ആൻഡ് ടോൺ ക്യാൻ ഓൾസോ ബി കോൾഡ് ആൻ എലഗി. അതായത് ഈ വിഷാദം ബാധിച്ചവർ, നമ്മളിപ്പോൾ തമാശയ്ക്ക് ഇങ്ങനെ വിഷാദ രോഗി എന്നുള്ള രീതിക്കൊക്കെ, പക്ഷെ അതൊരു റിയലായിട്ട് നോക്കണ സമയത്ത് അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണെന്ന് പറയുന്നത് കേൾക്കുക. അതായത് വിഷാദം അനുഭവിക്കുന്ന ആൾക്കാർ, ഭയങ്കരമായിട്ട് ഡിപ്രഷനിലേക്ക് പോകുന്ന ആൾക്കാർ, അതേപോലെ തന്നെ ചിന്താകുലരായിട്ട് ഭയങ്കര ഓവർ തിങ്കേഴ്സിൻ്റെ അങ്ങേയറ്റം എന്നൊക്കെ പറയണ രീതിക്ക് അങ്ങനെയുള്ള ചിന്തകളൊക്കെ വരുന്ന സമയത്ത് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കാണിക്കും, എന്തായിരിക്കും എന്നൊക്കെ അങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് വെറുതെ ചിന്തിച്ച് കൂട്ടുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റും? എലഗി എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റും. അതിൻ്റെ ഒരു എക്സാമ്പിളും പഠിച്ചു വയ്ക്കുക. അതായത് എല്ലാത്തിൻ്റെയും ഓരോ എല്ലാത്തിൻ്റെ പേര്, അത് കഴിഞ്ഞിട്ട് അതിലേതൊക്കെ കാറ്റഗറി ഉണ്ട്, അതിൽ ആ കാറ്റഗറിയിൽ വരുന്നത് മെയിനായിട്ടും എന്താണ്, ഒരു ലൈൻ, പിന്നെ അതിൻ്റെ എക്സാമ്പിൾ. ഇത്രയും എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് 5 മാർക്കിനുള്ളതായി. കാരണം 3 ഓൾറെഡി ഫസ്റ്റിൽ വരുന്നുണ്ട്. 3 ഓരോന്നിലും 2 അല്ലെങ്കിൽ 3 വീതമൊക്കെ നമുക്ക് വരുന്നുണ്ട്. ദെൻ എ സോണറ്റ്. ഇനി സോണറ്റ് എന്താണെന്നുള്ളത് സോണറ്റ് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷനിൽ പഠിക്കാനുണ്ടായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? നോക്കാം. ഏതാണ്? ലിറിക് പോയമാണ് ഓഫ് 14 ലൈൻസ്, 14 വരികൾ അടങ്ങുന്ന രീതിയിലുള്ള ഒരു ലിറിക് പോയമാണ് സോണറ്റ് എന്ന് പറയുന്നത്. ദർ ആർ മെനി ടൈപ്സ് ഓഫ് സോണറ്റ്സ് ലൈക്ക് പേട്രിയാർക്കൻ സോണറ്റ്, ഷേക്സ്പിയറൻ സോണറ്റ് ആൻഡ് സ്പെൻസേറിയൻ സോണറ്റ്. അപ്പോൾ അത് 3 പഠിച്ചു വയ്ക്കുക. ഏതൊക്കെയാണ്? പേട്രിയാർക്കൻ സോണറ്റ്, ഷേക്സ്പിയറൻ സോണറ്റ്, സ്പെൻസേറിയൻ സോണറ്റ്. അതിൻ്റെ 3 പേരും ഓർത്ത് വയ്ക്കുക. മറന്നു പോകാൻ ചാൻസ് ഉണ്ട് 3 എണ്ണം. അത് 3 ഓർത്ത് വയ്ക്കുക.